കഴിഞ്ഞ 3 ദശാബ്ദക്കാലമായി കൃഷിയെ മറന്നുകൊണ്ടുള്ള ജീവിതമാണ് മലയാളി നടത്തിക്കൊണ്ടിരുന്നത്. തീൻമേശകളിലേക്ക് ശീലമില്ലാത്ത ഭക്ഷണങ്ങൾ ഇടം പിടിച്ചപ്പോൾ പാരമ്പര്യ കൃഷിരീതികളെ മലയാളി കൈവിട്ടിരുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷം കലർന്ന പച്ചക്കറികൾ കഴിക്കേണ്ടി വന്നപ്പോൾ, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ക്ഷയിച്ചു തുടങ്ങിയപ്പോഴെല്ലാം ചിലരെങ്കിലും പഴയ കൃഷിരീതികളെയും ഭക്ഷണശീലങ്ങളെയും മുറുകെ പിടിച്ചു. സ്വന്തം വീട്ടുവളപ്പിലെ കൃഷികൾ സജീവമാക്കുകയും ശാസ്ത്രീയ രീതികൾ ഉപേക്ഷിച്ചുകൊണ്ട് പാരമ്പര്യ രീതികളിൽ കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. കുറഞ്ഞ സമയം കൊണ്ട് നല്ല വിളവെടുക്കാൻ കഴിയുന്നതിനാലും കൂടിയ പരിചരണം ആവശ്യമില്ലാത്തതിനാലും പയർകൃഷി കൃഷിയെ ഉപജീവനമാക്കിയവരുടെ പ്രധാന കാർഷിക വിളയായി മാറി. കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനാലും ദുർമേധസ് ഇല്ലാതാക്കുന്നതിനാലും പച്ചപ്പയർ ആർക്കും ധൈര്യമായി ഉപയോഗിക്കാവുന്നതാണ്. പയർച്ചെടിയുടെ വേരിൽ നിന്നുള്ള നൈട്രജൻ മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതുകൊണ്ട് പയർ നടുന്ന മണ്ണിൽ മറ്റു പച്ചക്കറികളും സമൃദ്ധിയായി വളരും എന്നതാണ് ഈ കൃഷിയെ പച്ചക്കറി കർഷകർ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം. പച്ചക്കറി കൃഷിയുടെ സമൃദ്ധിയിൽ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് വിഷമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ മലയാളിക്ക് നൽകുന്ന വ്യത്യസ്തമായൊരു പെൺകൂട്ടായ്മയാണ് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് വില്ലേജിലെ സമൃദ്ധി വനിതാ ഹരിതാ സംഘം. വീട്ടുജോലികൾ കഴിഞ്ഞ് ഭർത്താവിനെയും കുട്ടികളെയും ഓഫീസിലേക്കും സ്കൂളിലേക്കും പറഞ്ഞുവിട്ട ശേഷം പാടങ്ങളിലേക്ക് ഇറങ്ങുകയാണ് 43 പേരടങ്ങിയ വീട്ടമ്മമാരുടെ ഈ കൂട്ടായ്മ. വീടിനു ചുറ്റും ധാരാളം തരിശുനിലങ്ങൾ പാഴായി കിടക്കുന്നത് എന്തു ചെയ്യാം എന്ന ചിന്തയിൽ നിന്നാണ് സമൃദ്ധി വനിതാ ഹരിത സംഘം രൂപം കൊള്ളുന്നത്. പാഴായി പുല്ലു പടർന്നു കിടക്കുന്ന തരിശുനിലങ്ങൾ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്ന ചിന്ത അവരെ കൊണ്ടെത്തിച്ചത് ചെറിയനാട് കൃഷിഭവനിലായിരുന്നു. പച്ചക്കറി കൃഷിക്ക് മാത്രമായി കൃഷിഭവൻ നൽകി വരുന്ന സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയാണ് ഈ സ്ത്രീ കൂട്ടായ്മയ്ക്ക് കരുത്തു പകർന്നത്. 8 ക്ലസ്റ്ററായി തിരിച്ചുകൊണ്ടുള്ള പച്ചക്കറി കൃഷി പദ്ധതികളാണ് ചെറിയനാട് കൃഷിഭവന് കീഴിലുള്ളത്. ചെറിയനാട് ഗ്രാമപഞ്ചായത്തിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു വനിതാ സംഘമാണ് സമൃദ്ധി വനിതാ സംഘം. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ആനുകൂല്യങ്ങളും നൽകുവാൻ കൃഷിഭവൻ എപ്പോഴും തയ്യാറാണ്. വിത്തിനോടൊപ്പം ഈ പ്രാവശ്യം ജനകീയാസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി എല്ലാവർക്കും പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യാനും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം സ്യൂഡോമോണസ് എത്തിച്ചു കൊടുക്കാനും ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങൾ 1 ഹെക്ടറിന് 10,000 രൂപയോളം അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചു കൊടുക്കാനും ഈ വർഷം സാധിച്ചിട്ടുണ്ട്. അതുപോലെ ജലസേചന സൗകര്യത്തിന് വേണ്ടി വാൽക്കുളങ്ങൾ കുഴിക്കാനായി ഒരു വാൽക്കുളത്തിന് 4,500 രൂപ വീതം അത്യാവശ്യം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ഓരോ ഇതിലും കൃഷിഭവൻ അവരുടെ ഒപ്പം നിന്നിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്ലസ്റ്ററിന് കുറഞ്ഞത് 5 ഹെക്ടർ ഭൂമിയെങ്കിലും വേണം. പല സ്ഥലങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന നിലങ്ങളെല്ലാം ഒന്നിപ്പിച്ച് കൂട്ടായ കൃഷിരീതിയാണ് സമൃദ്ധി വനിതാ ഹരിതാ സംഘം സ്വീകരിച്ചത്. എല്ലാ നിലങ്ങളും ഒന്നിച്ചുഴുകയും വിത്തിറക്കുകയും ഒന്നിച്ച് വിളവെടുക്കുകയും ചെയ്യുന്ന രീതി. ചെറിയനാട് പഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്തമായി പച്ചക്കറി കൃഷിക്കുള്ള വിത്ത്, വളം എന്നിവ നൽകി പോരുന്നു. ഇതിനു പുറമെ വളം ഉൾപ്പെടെ ഹെക്ടറിന് 1,500 രൂപയുടെ ധനസഹായവും കൃഷി വകുപ്പ് പ്രത്യേകം നൽകി വരുന്നുണ്ട്. മികച്ച ജലസേചന സൗകര്യത്തിനായി വാൽക്കുളങ്ങൾ അഥവാ ചെറിയ കുളങ്ങൾ സൃഷ്ടിക്കാൻ 4,500 രൂപയുടെ പ്രത്യേക ധനസഹായവും ചെറിയനാട് കൃഷിഭവൻ നൽകി വരുന്നുണ്ട്. ഞങ്ങൾ 43 അംഗങ്ങളടങ്ങുന്ന ഒരു സംഘമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എല്ലാവരും കൂട്ടായ്മയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ സംഘത്തിന് കാഴ്ചവെക്കുന്നത്. അതിൽ കൂടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന കൃഷി ചെയ്ത് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും എല്ലാവർക്കും അതൊരു ഉന്മേഷവും ഉണർവും തരുന്നു. ഞങ്ങൾ തരിശായിട്ട് ഭൂമികൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരാഗ്രഹം
പച്ചക്കറി കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണല്ലോ, വനിതകൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ കൃഷിഭവൻ മുഖാന്തരം വാർഡ് മെമ്പർ ശ്രീ എം എ ശശികുമാർ, 4ാം വാർഡ് മെമ്പർ, അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പും കൃഷിഭവനിൽ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്നുള്ള കൃഷി അസിസ്റ്റൻറ്റുമാരും കൃഷി ഓഫീസർ എല്ലാവരും കൂടി ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകി തരികയും അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു എല്ലാവരും കാണുന്ന ഈ ഒരു പച്ചക്കറി ഉൽപ്പാദനവും കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യങ്ങളും എല്ലാം അവിടെ നിന്ന് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. 1 സെന്റ് സ്ഥലത്ത് കൃഷി ഇറക്കാൻ വള്ളിപ്പയർ 16 ഗ്രാം മതിയാകും. വള്ളിപ്പയർ നടുമ്പോൾ 2 മീറ്റർ ഉയരത്തിൽ പന്തൽ കെട്ടിക്കൊടുക്കണം. കിളച്ച് നിരപ്പാക്കി കുമ്മായവും അടിവളവും നൽകി തയ്യാറാക്കിയ മണ്ണിൽ നേരിട്ട് വിത്ത് നടാവുന്നതാണ്. തലേദിവസം കുതിർത്ത വിത്താണ് നടാൻ ഉപയോഗിക്കുന്നത്. മഴവെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ 30 സെൻറ്റിമീറ്റർ വീതിയിലും 15 സെൻറ്റിമീറ്റർ താഴ്ചയിലും 2 മീറ്റർ അകലവും നൽകി ചാലുകൾ കീറാറുണ്ട്. വരികൾ തമ്മിൽ 25 സെൻറ്റിമീറ്ററും ചെടികൾ തമ്മിൽ 15 സെൻറ്റിമീറ്ററും ഇടയകലം ഉണ്ടായിരിക്കണം. ഒരു കുഴിയിൽ 2 വിത്ത് വീതമാണ് സാധാരണ വിതറുക. ഞങ്ങൾ രാവിലെ ഒരു 7 മണിയോടെ വെളുപ്പിനെ എണീച്ച് വീട്ടിലെ സകല ജോലി ഒതുക്കിയിട്ട് 7 മണിയോടെ ഞങ്ങൾ കൂട്ടായ്മയായിട്ട് എല്ലാവരും കണ്ടത്തിലിറങ്ങും. അഥവാ ഞങ്ങൾ 10-20 ചേർന്നുള്ള ഒരു യൂണിറ്റിൽ ചില ദിവസങ്ങളിൽ 20 പേരും കാണത്തില്ല, ചിലപ്പോൾ 10 പേരെ കാണത്തുള്ളൂ, ചിലപ്പോൾ അതിൽ 15 പേരെ കാണത്തുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ചിലപ്പോൾ അസുഖങ്ങൾ, കുട്ടികളുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതെല്ലാം ഞങ്ങൾ തരണം ചെയ്തു ഒരു മത്സരവും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു മുന്നോട്ട് ലാഭവിധങ്ങളെല്ലാം ഒത്തൊരുമയോടെ നല്ല രീതിയിൽ ലാഭം വീതിച്ചും എടുത്തും നല്ലൊരു വരുമാനമായിട്ട് ഞങ്ങളിത് കണക്കാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല ഗുണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദിവസം ഒരു 200 കിലോ പയറെങ്കിലും ഈ 12 ഏക്കറിൽ നിന്ന് ഞങ്ങൾ എടുക്കുന്നുണ്ട്. പയർ തന്നല്ലല്ലോ ഈ 12 ഏക്കറിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പയർ തന്നെ ഒരു 200 കിലോയെങ്കിലും ഒന്നിക്കുന്നിരാടം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വെള്ളരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിക്കുന്നിരാടം എടുക്കുന്നില്ലല്ലോ, ആഴ്ചയിലാണ് വെള്ളരി എടുക്കാൻ തുടങ്ങുന്നത്. വെള്ളരി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ആദ്യഘട്ടം ഒരു 100 കിലോ എടുത്താൽ നമ്മൾക്ക് 2ാം ഘട്ടം ആകുമ്പോഴത്തേക്കും കുറഞ്ഞ 500 കിലോയെങ്കിലും എടുത്തിരിക്കും. വെള്ളരിയിൽ നിന്നും വലിയ ആദായം കിട്ടുന്നില്ലെങ്കിലും കിട്ടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വരുമാനമാണ്. 4-5 ഘട്ടമായിട്ട് വെള്ളരിയുടെ ഇടപാട് തീർന്നിരിക്കും. അപ്പോൾ ആ സമയത്ത് 2-3 ഘട്ടത്തിൽ നമുക്ക് നല്ല വരുമാനം നമ്മുടെ കയ്യിൽ വന്നിരിക്കും. വീട്ടുജോലികൾ കഴിഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതികളിലും പങ്കെടുത്തിട്ട് ബാക്കിയുള്ള സമയമാണ് സമൃദ്ധി വനിതാ ഹരിത സംഘത്തിലെ സ്ത്രീ കൂട്ടായ്മ നിലത്തിലേക്ക് ഇറങ്ങുന്നത്. പയർ, വെണ്ട, വഴുതനങ്ങ, പാവലം, പടവലം, മത്തൻ, ചീര, വെള്ളരി തുടങ്ങിയ എല്ലാത്തരം കൃഷികളും ഇവർ നടത്തിവരുന്നുണ്ട്. എന്നാൽ തന്നെയും എല്ലാ സീസണിലും കൃഷി ഇറക്കാൻ കഴിയുന്നതും കുറഞ്ഞ കാലം കൊണ്ട് വിളവ് നേടിത്തരുന്നതും അധിക പരിചരണം ആവശ്യമില്ലാത്തതുമായ പയറു കൃഷിയാണ് ഇവർക്ക് കൂടുതൽ പ്രിയങ്കരം. എല്ലാ തരത്തിലുള്ള കൃഷികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ലാഭം കിട്ടുന്നത് പയറിൽ നിന്നാണ്. പിന്നെ പടവലം, വെള്ളരി, പാവല, എല്ലാ തരത്തിലുള്ള പച്ചക്കറി ഐറ്റം കൃഷികൾ മൊത്തം ഞങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട്. എല്ലാ വർഷവും ആദ്യം ഞങ്ങൾ തുടങ്ങുന്നത് ചീരയിൽ നിന്നാണ്. ചീരയുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ചീരയിൽ നിന്ന് നമുക്ക് വലിയ ആദായം കിട്ടത്തില്ല. അതുകൊണ്ട് പയർ കൃഷി മറ്റു പാവല, പടവല ഇറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ ചീര തുടങ്ങും. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കുടുംബത്തിൽ വരുമാനങ്ങൾ ഈ പച്ചക്കറിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല വരുമാനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. വിത്തിറക്കാൻ പാകത്തിന് നിലമുഴുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള എല്ലാ പ്രവൃത്തികളും ഈ വീട്ടമ്മമാരാണ് ചെയ്യാറുള്ളത്. പയർ പടർത്തി വിടുന്നതിനുള്ള പന്തൽ കെട്ടാൻ മാത്രമാണ് ഇവർ പുറത്തുനിന്നും സഹായം തേടുന്നത്. അതിനാൽ തന്നെ കൃഷിപ്പണിക്ക് വേണ്ട കൂലികളൊന്നും തന്നെ ഇവർക്ക് നഷ്ടമാകുന്നില്ല. പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് നല്ല രീതിയിലുള്ള വിലകൾ കിട്ടുന്നില്ല. നമ്മൾ എന്നോട് 35 രൂപ 40 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ പോയിട്ട് അവർ ഏജൻറ്റുമാർക്കാണ് കൂടുതൽ ഇതിൻ്റെ ബെനിഫിറ്റ്. അവരത് 60-70 കൊടുക്കും. നമുക്ക് കർഷകർക്ക് ഇത് വെറും മോശമായ ഒരു രീതിയിലാണ് വിലകൾ കിട്ടുന്നത്. ഉദാഹരണത്തിന് നമ്മൾ വെള്ളരി നമ്മളിൽ നിന്നും 4 രൂപ 5 രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് വെള്ളരി വാങ്ങിക്കൊണ്ട് പോയി മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ
അപ്പോൾ നമ്മൾ മറ്റുള്ളവർ വാങ്ങാൻ ചെല്ലുമ്പോൾ 1 കിലോയ്ക്ക് 20 രൂപ 30 രൂപയാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരിൽ നിന്നും വളരെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യുകയാണ് നമ്മളെ. മാർക്കറ്റിൽ വാല്യൂം നമ്മളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ കൊടുത്തിട്ട് അവർ കൊണ്ടുപോയി കിലോ 40 രൂപ 50 രൂപയ്ക്കാണ് വെള്ളരി വിൽക്കപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പം നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന രാപകലില്ലാതെ കിളച്ചും വെള്ളം കോരിയും വളവിട്ടും ഇതിൽ നിന്ന് കയറാറില്ല. പച്ചക്കറി കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വിളവെടുപ്പ് കാലം വരെ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് നമ്മളുടെ ജീവിതം. സത്യം പറഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ബെനിഫിറ്റുകളോ ഒന്നും നമുക്ക്. പിന്നെ ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്നും കൂടുതലും സപ്പോർട്ടുകളും പിന്നെ സബ്സിഡി ഇനത്തിലുള്ള പൈസകളായാലും അവരിൽ നിന്നും ഞങ്ങൾക്ക് ട്രെയിനിങ്ങും പിന്നെ നമ്മുടെ വാർഡ് മെമ്പറിൻ്റെ ഒരു പ്രേരണയും അവരിൽ നിന്നുള്ള ഒരു സഹായങ്ങളും ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലാണ് ഇതിപ്പം നടന്നു പോകുന്നത്. ഇനി തുടർന്നും കൃഷിഭവൻ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങുകളും സഹായങ്ങളും ഓരോരുത്തരും കൃഷി ഓഫീസർ രാജേഷ് സാറായാലും കൃഷി അസിസ്റ്റൻറ്റുമാരായ ജയശ്രീ സാറായാലും റെനി സാറായാലും മഞ്ജുഷ സാറായാലും എല്ലാവരും ഞങ്ങളെ ഓരോ കാര്യങ്ങൾക്കും ഫോൺ ചെയ്ത് അന്നേരം വിവരം അറിയിക്കും. വിളവെടുക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ വിളവെടുപ്പിൻ്റെ 75% വിറ്റുപോകുന്നുണ്ട്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ എടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് മാർക്കറ്റിൽ ഇവർ തന്നെയാണ് കൊണ്ടുവന്ന് വിൽപ്പന നടത്തി വരാറുള്ളത്. ഏത് മാർക്കറ്റിലാണോ വിൽപ്പന നടത്തിയത് അതിൻ്റെ രസീത് ഹാജരാക്കിയാൽ കൃഷി വകുപ്പ് ഓരോ കിലോഗ്രാം പച്ചക്കറിക്കും ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിൽ 1 രൂപ വെച്ചും നൽകി വരുന്നുണ്ട്. വിളവെടുക്കുമ്പോൾ അത് വാങ്ങാൻ ധാരാളം ഉപഭോക്താക്കളും ഇടനിലക്കാരും ഉണ്ടെങ്കിലും മാർക്കറ്റ് വിലയേക്കാൾ വളരെ തുച്ഛമായ വിലയാണ് പലപ്പോഴും സ്പോട്ടിൽ നിന്ന് ഇവർക്ക് ലഭിക്കാറുള്ളത്. ഈ നഷ്ടത്തെ അതിജീവിക്കാൻ കൃഷി വകുപ്പിൻ്റെ കീഴിൽ 8 ക്ലസ്റ്ററും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫെഡറൽ മാർക്കറ്റിംഗ് സംവിധാനം ഇവർ ആലോചിക്കുന്നുണ്ട്. പരമ്പരാഗതമായ കൃഷി രീതിയിൽ തന്നെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതിനുള്ള ശാസ്ത്രീയമായ ക്ലാസുകൾ കൃഷി വകുപ്പിൻ്റെ വിവിധ വിഭാഗങ്ങൾ ഇവർക്കായി സംഘടിപ്പിക്കാറുണ്ട്. പയറുചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ കടവാട്ടം, തണ്ടിൽ പുള്ളിക്കുത്ത്, ഇലവാട്ടം എന്നിവയാണ്. കൃഷി ചെയ്യുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് പാഴ്വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് വഴി ജൈവ കീടരോഗം നിയന്ത്രിക്കാം. പയറിലുണ്ടാകുന്ന ചാഴി, പുഴു, മുഞ്ഞ, കായ്തുരപ്പൻ പുഴു എന്നിവയ്ക്കെതിരെ വേപ്പിൻ കുരു മിശ്രിതം, പുകയില കഷായം എന്നിവയാണ് പ്രയോഗിക്കുന്നത്. ജൈവ കീടരോഗ നിയന്ത്രണത്തിനാണ് പുകയില കഷായം പ്രധാനമായും ഉപയോഗിക്കുന്നത്. കീടനാശിനിയെ അകറ്റാൻ ഗ്രോണിം എന്ന ജൈവ കീടനാശിനി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. 10 മില്ലി ലിറ്റർ ഗ്രോണിം 9 ലിറ്റർ വെള്ളത്തിൽ കലക്കി നേർപ്പിച്ചാണ് ഇവർ പാടങ്ങളിൽ തളിക്കാറുള്ളത്. പച്ചക്കറിയുടെ പ്രധാന ശത്രുക്കളായ തണ്ടുതുരപ്പൻ, ഗാളീച്ച, ഇലപ്പുഴു എന്നിവയെ ഇതുമൂലവും അകറ്റാൻ സാധിക്കും. ജൈവ കീടനാശിനിയാണ്. ഇതിൻ്റെ പേര് ഗ്രോണിം. ഇത് വെള്ളരി, പയർ മുതലായ കൃഷികൾക്കായി ഉപയോഗിക്കുകയാണ്. ഇത് 10 മില്ലി 9 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് ഇത് കീടബാധയ്ക്ക് വേണ്ടി അടിക്കുന്നത്. അടപ്പിൽ അളന്നൊഴിച്ച് ഒരടപ്പ് 10 മില്ലിയാണ്. ഇതിനോടൊപ്പം 9 ലിറ്റർ വെള്ളം ഇതിലൊഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഈ കീടനാശിനി കളിക്കുന്നത്. സാധാരണയായി കണ്ടുവരുന്ന തണ്ടുതുരപ്പന്, ഗാളീച്ച മുതലായ കീടനാശിനികളും ഇലപ്പുഴു മുതലായ കീടനാശിനികൾക്കും ഇത് ഉത്തമമാണെന്ന് കൃഷി വകുപ്പിൽ നിന്ന്, കൃഷി ഓഫീസിൽ നിന്ന് പറയുകയും അതിനനുസരിച്ചാണ് ഈ ജൈവ കീടനാശിനി ഇതിനായി ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ഇഷ്ടംപോലെ അനേകം ഭാര്യമാർ ഭർത്താക്കൾക്ക് പോയി കഴിയുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ കുറേ പേരുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കുന്ന ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും ഇതിൽ ഇറങ്ങി രാവിലെ തൊട്ട്, അപ്പം നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല. നമ്മുടെ വീട്ടുകാര്യങ്ങൾ നടന്നു പോകും, കുട്ടികളുടെ കാര്യങ്ങളും നടന്നു പോകും. നമുക്ക് 10 പൈസ നമുക്ക് ഒരു കുഴപ്പവുമില്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടും.
പിന്നെ നമ്മുടെ ഒരു കാര്യത്തിന് ഒരു മുടക്കം വരുന്നില്ല. രാവിലെ ഇറങ്ങുന്നു, വൈകിട്ട് വീട്ടിൽ എത്തുന്നു. അപ്പം നമ്മുടെ സമയങ്ങൾ കൂടുതലും ഇതിനകത്ത് ചിലവഴിക്കുന്നതുകൊണ്ട് നമുക്ക് വേറൊന്നും ചിന്തിക്കാനേ നമുക്ക് സമയം കിട്ടുന്നില്ല. മറ്റുള്ള വേറുള്ള കാര്യങ്ങൾ ചിന്തിക്കാനോ ഒന്നും നമുക്ക് സമയം കൊടുക്കുന്നില്ല. ഇതിലേക്ക് കൃഷിയും നമ്മളുമായിട്ട് കൂടുതലങ്ങ് ഇണങ്ങിച്ചേർന്ന് അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ഇത് കൃഷി ഉള്ളിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ ചിന്തയിലേക്ക് കടന്നു പോകാനോ തോന്നിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും നല്ല രീതിയിൽ ഇതേപോലെ തന്നെ ചെയ്ത് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ദിവസത്തിൽ ബാക്കി കിട്ടുന്ന സമയം മണ്ണിലേക്ക് ഇറങ്ങുന്നതിനാൽ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം മികച്ച വരുമാനവും കരസ്ഥമാക്കാൻ ഇതുമൂലം കഴിയുന്നുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നു. കൃഷിയിലൂടെയുള്ള ജീവിതം ഇവർക്ക് ആരോഗ്യവും മനസുഖവും നൽകുന്നുണ്ടെന്നുള്ളതിന് ഇവർ തന്നെയാണ് സാക്ഷ്യം. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരെന്നറിയാത്ത ഒരു സമൂഹം വളർന്നു വരുന്ന മലയാള മണ്ണിൽ കൃഷിയിലൂടെ അയൽക്കാരെയും അവരുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കി അത് പരിഹരിക്കാൻ സാധിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് സമൃദ്ധി വനിത ഹരിത സംഘത്തിന് കേരളത്തോട് പങ്കുവയ്ക്കാനുള്ളത്. ഈ പെൺകൂട്ടായ്മ കേരളത്തിൻ്റെ കാർഷിക വിളയ്ക്ക് ഒരു മുതൽക്കൂട്ടും മികച്ച മാതൃകയുമാണ്. സമൃദ്ധി വനിതാ ഹരിത സംഘം കേരളത്തിലെ തീന്മേശകളെ വിഷരഹിതമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു വരുന്നു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊഞ്ച് കൃഷിക്കും അലങ്കാര മത്സ്യകൃഷിക്കും സമുദ്രോൽപ്പന്ന കയറ്റുമതി അതോറിറ്റിയുടെ ധനസഹായം. കൂൺ കൃഷിയിൽ പരിശീലനം. കരിമീൻ കൃഷിക്ക് സബ്സിഡി. വിശദമായ വാർത്തകളിലേക്ക്. അലങ്കാര മത്സ്യകൃഷിക്കും കൊഞ്ച് കൃഷിക്കും സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ധനസഹായം നൽകുന്നു. 50,000 മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട കർഷകർക്ക് 75,000 രൂപയുടെ സഹായവും 2 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് 2 ലക്ഷം രൂപയും 5 ലക്ഷം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് 7.5 ലക്ഷം രൂപയും ലഭിക്കും. ചെമ്മീൻ, ആറ്റുകൊഞ്ച് എന്നിവയുടെ ഫാമുകൾ ആരംഭിക്കുന്നതിന് മൊത്തം മൂലധന ചെലവിൻ്റെ 25% സബ്സിഡി ലഭിക്കും. ഒരു വർഷം 1 കോടി ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഹാച്ചറികൾക്ക് 3 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും. താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട വിലാസം MPEDA സബ് റീജിയണൽ ഓഫീസ്, ചിന്നക്കട, കൊല്ലം. ഫോൺ നമ്പർ 047427645554. MPEDA സബ് റീജിയണൽ ഓഫീസ്, കണ്ണൂർ. ഫോൺ നമ്പർ 049727077672. അടുക്കളത്തോട്ടത്തിലും മട്ടുപ്പാവിലും വളർത്തുന്ന പച്ചക്കറി വിളകളെ സംരക്ഷിക്കുന്നതിനുള്ള മഴമറകൾ അഗ്രി ബസാറുകളിൽ ലഭ്യമാണ്. മഴമറകൾ നിർമ്മാണത്തിലെ പ്രധാന ഘടകമായ പോളിത്തീൻ ഷീറ്റുകൾ ചതുരശ്ര മീറ്ററിന് 100 രൂപയിൽ താഴെ വിലയ്ക്ക് ലഭിക്കും. പച്ചക്കറി വിളകൾക്ക് വെള്ളയും പൂച്ചെടികൾക്ക് മഞ്ഞയും നിറത്തിലുള്ള മഴമറകളാണ് നല്ലത്. മഴക്കാലത്ത് ലഭ്യമാകുന്ന സൂര്യപ്രകാശം എല്ലാ ചെടികൾക്കും ഒരുപോലെ ലഭിക്കാൻ മഴമറകൾ സഹായിക്കും. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കൂൺ കൃഷിയിൽ പരിശീലനം നൽകുന്നു. മെയ് 13-നാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ 500 രൂപ ഫീസ് അടച്ച് പേര് രജിസ്റ്റർ ചെയ്യുക. ഫോൺ നമ്പർ 048723707773. മറ്റൊരു നമ്പർ 9665688528. കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള പുതിയ സംവിധാനത്തിന് ജലവിഭവ വകുപ്പ്
കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് യൂണിറ്റ് രൂപം നൽകി. വെള്ളത്തിൻ്റെ നിറം മാറ്റം, ദുർഗന്ധം, കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം, കാർബണിക മാലിന്യം എന്നിവ പ്രത്യേക ഫിൽറ്ററുകളിൽ അരിച്ചു മാറ്റുന്ന സംവിധാനമാണിത്. കുടിവെള്ളം ഏത് സ്രോതസ്സിൽ നിന്നുള്ളതായാലും ശുദ്ധീകരിക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. പ്രതിദിനം 750 രൂപ ചെലവിൽ 5000 ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് യൂണിറ്റ്, PTC ടവർ, SS കോവിൽ റോഡ്, തമ്പാനൂർ, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 2 320 848. കേരള ഫീഡ്സിൻ്റെ പുതിയ കാലിത്തീറ്റ പ്ലാന്റ് സെപ്റ്റംബറിൽ കോഴിക്കോട് ചേമഞ്ചേരിയിൽ പ്രവർത്തനം സജ്ജമാകും. പ്രതിദിനം 300 ടൺ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റിൽ നിന്ന് മലബാർ മേഖലകളിലേക്ക് തീറ്റ വിതരണം ചെയ്യാനാകും. വയനാട്ടിലെ ക്ഷീര കർഷകർക്കായി പ്രത്യേകം തയ്യാർ ചെയ്ത കാലിത്തീറ്റയും ചേമഞ്ചേരി പ്ലാന്റിൽ നിന്ന് ലഭിക്കുമെന്ന് കേരള ഫീഡ്സ് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. വളപ്പുകളിലും കൂടുകളിലും കരിമീൻ കൃഷി ചെയ്യുവാൻ ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള അഡാക് ഏജൻസി സബ്സിഡി നൽകുന്നു. വലിയ ജലാശയങ്ങളിലുള്ള കൃഷിക്ക് 18,000 രൂപയും 20 കൂടുകൾ ഒന്നിച്ച് ചെയ്യുന്ന കേജ് കൾച്ചറിന് 9,60,000 രൂപയും സഹായം ലഭിക്കും. 100 യൂണിറ്റുകളാണ് വളപ്പ് കൃഷിക്ക് സഹായം ലഭിക്കുക. കേജ് കൾച്ചറിന് 240 കൂടുകൾക്ക് ഈ വർഷം സഹായം ലഭിക്കും. സബ്സിഡിക്ക് അപേക്ഷിക്കേണ്ട വിലാസം റീജിയണൽ എക്സിക്യൂട്ടീവ്, അഡാക്, ആലപ്പുഴ. ഫോൺ നമ്പർ 894 31 23 769. ഫിഷറീസ് വകുപ്പിന്റെ 1000 തെങ്ങ് ഫാമിൽ വിവിധ വലിപ്പത്തിലുള്ള കരിമീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. 2 സെന്റിമീറ്റർ മുതൽ 4 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള കുഞ്ഞുങ്ങൾക്ക് 6 രൂപ മുതൽ 10 രൂപ വരെയാണ് വില. മത്സ്യക്കുഞ്ഞുങ്ങളെ മുൻകൂറായി ബുക്ക് ചെയ്യുവാനും സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 94 976 76448. കരുനാഗപ്പള്ളി കോക്കനട്ട് നഴ്സറിയിൽ WCT തെങ്ങിൻ തൈകൾ 50 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നു. താല്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0476 2 620 290. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 15,100 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 14,800, വെളിച്ചെണ്ണ തൃശൂർ 15,000, കൊപ്ര കൊച്ചി 10,600, കോഴിക്കോട് 10,600, തൃശൂർ 10,600, കുരുമുളക് അൺഗാർബിൾഡ് 66,000, കുരുമുളക് ഗാർബിൾഡ് 68,000, ചുക്ക് മീഡിയം 35,000, ബെസ്റ്റ് 36,500, മഞ്ഞൾ സേലം 7,600, മഞ്ഞൾ ഈറോഡ് 8,000, അടയ്ക്ക പുതിയത് 17,000 മുതൽ 18,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ക്വിൻ്റലിന് 13,800 രൂപ, റബ്ബർ RSS 4 14,200, കോട്ടയം റബ്ബർ RSS 5 13,800 രൂപ, റബ്ബർ RSS 4 14,200. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 15,100 രൂപ, മെയ് അവധി 13,970, ജൂൺ അവധി 12,810, ജൂലൈ അവധി 12,525, കൊപ്ര 10,600, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,950, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 66,000, കുരുമുളക് ഗാർബിൾഡ് 68,000, ചുക്ക് മീഡിയം 35,000, ബെസ്റ്റ് 36,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 17,000 മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 300 രൂപ മുതൽ 350 വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 600 മുതൽ 640 വരെ, ജാതിപത്രി 750 മുതൽ 900 വരെ, ഗ്രാമ്പു 950 മുതൽ 1,115 രൂപ, റബ്ബർ RSS 5 13,800 രൂപ, റബ്ബർ RSS 4 14,200, ഒട്ടുപാൽ 10,000, ലാറ്റക്സ് 10,600. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ലഭ്യത മെച്ചപ്പെട്ടതോടെ ഓയിൽ മില്ലുകളിൽ നിന്നും കൊപ്രയ്ക്ക് ഡിമാൻഡ് അല്പം മങ്ങി. ഇന്ന് കൊച്ചിയിലും തൃശ്ശൂരിലും വെളിച്ചെണ്ണ കൊപ്ര വിലകൾ താഴ്ന്നപ്പോൾ കോഴിക്കോട് എണ്ണ സ്റ്റഡിയായി നീങ്ങി. മാസാരംഭം അടുത്തതിനാൽ പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര സമൂഹം. റബ്ബർ വില തുടർച്ചയായ 2ാം ദിവസവും മുന്നേറിയത് മധ്യ കേരളത്തിലെ റബ്ബർ സ്റ്റോക്കിസ്റ്റുകൾക്ക് ആശ്വാസം പകർന്നു. 2 ദിവസം കൊണ്ട് 200 രൂപ വർദ്ധിച്ച് മികച്ച ഇനം ഷീറ്റ് 14,200-ലാണ്. രാജ്യാന്തര റബ്ബർ വിപണി ഇന്ന് പ്രവർത്തിച്ചില്ല.
കുരുമുളകിന്റെ ലഭ്യത ഉയർന്നുവെന്ന ഊഹാപോഹങ്ങൾ വിപണിയിൽ പിരിമുറക്കമുളവാക്കി. ഗാർബിൾഡ് കുരുമുളക് വില ക്വിൻ്റലിന് 1000 രൂപ കുറഞ്ഞ് 68,000-ലാണ് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.5, 28.1. കൊച്ചി 34.2, 27.6. ആലപ്പുഴ 33, 27.8. പുനലൂർ 34.5, 25. തിരുവനന്തപുരം 33.8 ഡിഗ്രി സെൽഷ്യസ്, 27 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.